ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ വണ്ടർ വാസു. വെൽക്കം ടു വണ്ടർ വാസു വ്ളോഗ്സ്. അപ്പോൾ ചങ്ങായിമാരെ, നിങ്ങളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എല്ലാത്തിൻ്റെ റീസൺ ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് ഏജൻറ്റിനെ പോലെ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടേ ഇല്ല. ബട്ട് സാഹചര്യം കൊണ്ട് എടുത്തു വന്നതാണ്. കാരണം ഇവിടെ അടുത്ത് എന്താ പറയണ്ടേ, നല്ലൊരു സ്പോട്ടില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടിയാകുമ്പോൾ പിന്നെ സൗണ്ടും ഉണ്ടാവില്ല പുറത്തുനിന്ന്. പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, സമാധാനത്തോടെ വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പം ബേസിക്കലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നാണ്. ക്യാമറ ചെറിയ പണി കിട്ടിപ്പോയി, അതിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തിട്ടല്ലേ. അപ്പോൾ ഇനി 1-2 ആഴ്ച പിടിക്കുന്ന പറഞ്ഞാൽ അത് പഴയ മോഡൽ ക്യാമറ. സോ വ്ളോഗ് എടുക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചങ്ങായിമാരെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേനെ പറ്റിയിട്ടാണ്. ഞാൻ ജെന്യൂനായിട്ട് പറയുന്നത്, എനിക്കുണ്ടായ മോശം എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ട്രെയിനിൽ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ലാസ്റ്റ് എന്താ പറയുക മിനിഞ്ഞാന്ന് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യലുണ്ട്. മീൻസ് ഒക്കേഷണലി ഓരോ ടൈം ഞാൻ അധികം യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ട്രെയിൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സത്യസന്ധമായിട്ട് പറയാലോ, ആ തംബ്നെയിൽ കണ്ട ഞാൻ എഴുതി കൂട്ടിയ കാര്യങ്ങളൊന്നും കള്ളത്തരല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിത് ഇന്ത്യൻ റെയിൽവേൻ്റെ അധികാരികളെ അറിയിച്ചേ പറ്റിയ ഒരു ഇഷ്യൂസ്. ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, ബട്ട് അവർ ചിലപ്പോൾ ഇത് എന്താ കാണാണ്ട് വിടുന്നുണ്ടാവും, പറയാനും പറ്റൂല. ബട്ട് ഇത് ഇങ്ങനെ പോയാൽ പിന്നെ ശരിയാവില്ല. ആ ഒരു ഇത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എൻ്റെ ക്യാമറയ്ക്ക് ചെറിയ പണി കിട്ടിപ്പോയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇത്ര ഡിലേ ആയിപ്പോയത്. എൻ്റെ ക്യാമറയ്ക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ സ്പോട്ടിലിടുമായിരുന്നു. വിത്ത് പ്രൂഫാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്, വിത്ത് പ്രൂഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ദിസ് ഇസ് മീ വണ്ടർ വാസു. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ട്രെയിൻ വ്ളോഗ്, 2 പാർട്ടായിട്ട് ട്രെയിൻ വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ വീഡിയോയിലാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഞാൻ പാലക്കാട് നിന്ന് വാങ്ങിയ ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ കോഴിക്കോട് നിന്ന്. ഞാനത് പറഞ്ഞിരുന്ന എൻ്റെ ഒരു ഓർമ്മ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാം. അതായത് ഞാൻ മേടിച്ച ബിരിയാണി, പാലക്കാട് നിന്ന് ഞാൻ മേടിച്ച ബിരിയാണി ഞാൻ കഴിച്ചത് ഈ പറഞ്ഞ കോഴിക്കോട് എത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ആലോചിച്ച് നോക്കേ. ഓക്കെ, ഭയങ്കര ചൂടാപ്പാ, നാട്ടിലെ ചൂട് സഹിക്കാൻ കഴിയില്ല, അത് വിടും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ട്രെയിൻ യാത്ര നടത്തിയ സമയത്ത്, അതായത് എഗ്മോർ മുതൽ പാലക്കാട് വരെ എൻ്റെ ജേണി അടിപൊളിയായിരുന്നു. അതായത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ആൾക്കാർ മാത്രമുള്ള ഒരു എന്താ പറയുക ബോഗിയിലാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ എന്താ പറയുക സീറ്റ് ഫുള്ള് മറ്റേ സൈഡ് ലോവർ ബെർത്താം. അപ്പോൾ മറ്റേ എന്താ പറയുക താഴത്തെ റോ ഫുള്ള് ഞാനെടുത്ത് ഞാനവിടെ കിടന്നിട്ടാണ് വന്നത്. പാലക്കാട് എത്തിയതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. അതായത് ഈ ട്രെയിനിലേക്ക് അധികം ആൾക്കാർ വരാൻ തുടങ്ങി. അതായത് മീൻസ് ബോഗിൻ്റെ പ്രത്യേകിച്ച് അധികം ആൾക്കാർ വരാൻ തുടങ്ങി. ഞാൻ അന്നേരം ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത്, പാലക്കാട് എത്തിയ സമയത്ത് ഞാൻ ഉറങ്ങി എണീച്ച, ചെറിയൊരു നാപ്പ് എടുത്തിട്ട് എണീച്ച സമയമായിരുന്നു. ആ ടൈം ഞാൻ കണ്ടത് എൻ്റെ സീറ്റിൽ 3 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരമ്മയും ഒരു കുട്ടിയും പിന്നെ ഒരു ഏച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേര് അടിയിരുന്നു. എൻ്റെ കാലിൻ്റെ അങ്ങോട്ട് അവരിരുന്നത്. അപ്പോൾ ഞാനത് മൈൻഡാക്കിയില്ല, ഞാൻ പിന്നെ വിട്ടു. പാലക്കാട് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം മനസ്സിലായി. അങ്ങനെ നോക്കുമ്പം വന്നു. അയാളെ പേര് എനിക്കറിയില്ല. അയാളെ എന്തൊരു സ്പെക്സ് വെച്ചിട്ട് ഒരാളായിരുന്നു. ഇതൊരു ചുവപ്പ് കൂരയൊക്കെ വേണ്ടി തലേനായിരുന്നു. അപ്പം ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നില്ല, ബട്ട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടുള്ള കാര്യം പറയുന്നത്. അയാൾ വന്നിട്ട് ആ ഒരു ബോഗി, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബോഗി ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. അതായത് പെട്ടെന്നൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എത്തിയ അവസ്ഥയിലാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ സീറ്റിൽ ഇപ്പം ഒരാളിരിക്കേണ്ട സീറ്റിൽ 4-5 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ സീറ്റിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരു TTR വന്നിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ച് എന്നിട്ട് ചോദിച്ച് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ സ്ലീപ്പറല്ല ബുക്ക് ചെയ്തത്, ജനറൽ ടിക്കറ്റാണ്. അപ്പോൾ TTR പറഞ്ഞു നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് പോയി.
അവർ വിളിച്ചോണ്ട് പോയിട്ട് അവരെ ഈ ഓരോ കാല് സീറ്റിലിരുത്തി, കാശ് മേടിച്ചിട്ട് കാല് സീറ്റിലിരുത്തി. ഞാൻ കണ്ട കാര്യം പറഞ്ഞത്. അവരെ കാശ് മേടിച്ചിട്ട് അവർ ഓരോ കാല് സീറ്റിലിരുത്തി. കാശ് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു അയാൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ കൂടിക്കൂടി തുടങ്ങി. അതായത് എന്താ പറയണ്ടേ, ഓൾമോസ്റ്റ് എൻ്റെ സീറ്റിലെ റെക്കോർഡാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സീറ്റിൽ എത്ര ആളിരുന്ന് വെച്ചാൽ, ഞാൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ കിടന്ന് ഒരു 5-6 ആൾക്കാർ ഓൾമോസ്റ്റ് സൈഡ് ലോവർ ബർത്തിൽ ഇരുന്നിട്ടുണ്ടാവും, കുട്ടികൾ ഉൾപ്പെടെ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞത് കംഫർട്ടബിളായി തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ് കൊടുത്തിട്ട് ഈ പറഞ്ഞ എന്താ പറയണ്ടേ സീറ്റ് ബുക്ക് ചെയ്തിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സീറ്റിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടി കയറി ഇരിക്കേണ്ട ആവശ്യമില്ല. ശരി, ഒരാളാണെങ്കിൽ ഓക്കെ, ഒരമ്മയ്ക്കും കുട്ടിക്കും അവർക്ക് കുറേ സമയം നിൽക്കുന്നെങ്കിൽ അവർ വന്ന് ഇരുന്നോട്ടെ, അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. ബട്ട് ഇത് എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തൂലേ. ഞാൻ ഒരു അമ്മക്കും കുട്ടിക്ക് സ്ഥലം കൊടുത്താൽ ഓൺ ദി സ്പോട്ട് ബാക്കി എല്ലാവരും കയറിയിരിക്കുന്ന പോലെ. ഇത് എന്താ പറയണ്ടേ, ഞാൻ സത്യം പറയില്ല, ഞാൻ പാലക്കാട് മുതലായി സംഭവം കണ്ടേ. പാലക്കാടിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം കണ്ടേ. അതായത് TTR ഈ ഒരു ഓപ്പർച്യൂണിറ്റി TTR ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നു. എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ഞാനിത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് വഴിയെ പറയുന്നതായിരിക്കും ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ മറന്നൊരു സ്റ്റോറി. അതായത് ഞാൻ ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ശരിയായ കാര്യം ഞാൻ പറഞ്ഞാൽ, അതായത് പാലക്കാട് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയ സ്റ്റോപ്പ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഏത് സ്റ്റോപ്പ് കഴിഞ്ഞപ്പം ഒരു അമ്മയും കുട്ടിയും കയറി. അപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസിൻ്റെ അടുത്ത് കയറിയെ കാണുന്ന സീറ്റാണ്, സൈഡ് ലോവർ ബർത്ത. ഫസ്റ്റ് സൈഡ് ലോവർ ബർത്താണ്, 70 നമ്പർ സീറ്റാണ് എൻ്റെ, 70-79 അങ്ങനെ എന്തോ. അപ്പോൾ ഞാൻ ടിക്കറ്റെല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഈ പറഞ്ഞ അമ്മയും മോളും വന്നു. അവരെൻ്റെ കാലിലടക്ക് കുറച്ച് സമയം മുട്ടുന്നു, ഇങ്ങനെ മെല്ലെ മുട്ടി നിന്നു. അപ്പം ഞാൻ കാലം ഒതുക്കി കൊടുത്തു, അവരിരുന്നോട്ടെ വെച്ചിട്ട്. അപ്പോൾ അവരിരുന്ന് പെട്ടെന്ന് ഒരാളെ വിളിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ഏച്ചിയെ തോന്നുന്നു, അവരും വന്ന് എൻ്റെ സീറ്റിൻ്റെ സൈഡിലിരുന്ന്. അതായത് ഞാൻ ലിറ്ററലി എൻ്റെ സീറ്റിൻ്റെ പകുതി ഞാൻ കടന്നിട്ട് ബാക്കിയുള്ള പകുതി അവരെടുക്കുന്ന പോലെ. അവരുടെ അമ്മയെ തോന്നുന്നു വേറൊരു കൊച്ചിനെയും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ പകുതിയോളം കവറായി. ഇങ്ങനെ ആൾക്കാർ ആടിയിടയിൽ ഇരുന്നിട്ട് എൻ്റെ ബാഗെല്ലാം അവർ തന്നെ സൈഡാക്കി അവരവിടെ ചാരിയിരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, എടാ ഇതെന്ത് സംഭവം, ഒരാൾക്ക് സ്ഥലം കൊടുത്തിട്ട് ഇത്രയും ആളായ. വേറൊരു പെൺകുട്ടി വന്ന് ഇവിടെ ഇരുന്നു. ആ പെണ്ണിൻ്റെ ഉമ്മച്ച് തോന്നുന്നു ഓപ്പോസിറ്റ് സീറ്റിലിരുന്നു. അവളുടെ ഉപ്പയെ തോന്നുന്നു എൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ആ ഒരു നടപ്പാതെ അങ്ങോട്ട്. എൻ്റെ സൈഡിൽ നമുക്കറിയില്ല, സൈഡ് ലോവർ ബർത്തിലൊരു ലാഡർ ഉണ്ടോ ചെറിയ, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ലാഡറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലാഡറും പിടിച്ചിട്ടാണ് ഉപ്പ നിൽക്കുന്നത് അവിടെ. ട്രെയിൻ കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഈ ഉമ്മ പറഞ്ഞു, ഇക്ക നിങ്ങൾ ആടെ ഇരിക്കുക, പെണ്ണുങ്ങളെ പറഞ്ഞേ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല അവിടെ സ്ഥലമൊന്നുമില്ല, മീൻസ് ഈ ഏണിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുക ആൾക്ക്, ബട്ട് ഞാനവിടെ കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ല അവിടെ ഇരിക്കാൻ പറ്റില്ല, അവിടെ സ്ഥലമൊന്നുമില്ല. അന്നേരം ആ പെണ്ണുങ്ങൾ പറയുന്നത്, ഓനെന്താ അവിടെ നിന്ന് മാറിക്കൂടെ എണിച്ചിട്ട്, അല്ലെങ്കിൽ ഓനെന്താ മര്യാദയ്ക്ക് ഇരുന്നു ഇവിടെ അവിടെ നിന്ന്, എന്നാൽ പിന്നെ എത്ര ആൾക്ക് സീറ്റിലിരിക്കാം. ഞാൻ ലിറ്ററലി എനിക്കെന്താ പറഞ്ഞേ, ചിരിയും ദേഷ്യവും നമുക്കതൊരു കൺഫ്യൂസ് ആയ അവസ്ഥ ഉണ്ടല്ലോ, അതെല്ലാം ഒപ്പരം വന്ന പോലെ എനിക്ക്. ഞാൻ കുറച്ച് എടേ ഞാൻ പൈസ കൊടുത്ത് ഞാൻ മേടിച്ച സീറ്റാണ് ഇത്, അവിടെ ഇത്രയും ആൾക്കാർ ഇരുത്തിച്ചത് പോട്ടെ, അവർ കുറേ സമയം നിൽക്കുന്ന വെച്ചിട്ട് ഞാൻ അവർ ഇരുത്തിച്ചേ. അത് ഒരു അമ്മേനെയും കുട്ടീനെ ഇരുത്തിച്ചിട്ട് ഇത്രയും ആൾക്കാർ കയറിയിരുന്നത്. എന്നിട്ട് ഇവർ പറഞ്ഞ് ഞാൻ ഒതുങ്ങിയിരിക്കണമെന്ന്. ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതാ എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ടോട്ടലി ലോസ്റ്റ് ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് ഈ ഉപ്പ എന്താ പറയണ്ടേ കുറച്ച് സമയത്ത് ഇയാൾ വന്നിരുന്നു. ഇയാൾ വന്നിട്ട് ആ ഒരു ഗ്യാപ്പിനടുക്ക് എങ്ങനെയല്ലോ കുത്തിക്കയറ്റിയിരുന്നു. ഞാൻ സൈഡായി, ഞാൻ കംപ്ലീറ്റ്ലി സൈഡായി. എനിക്കത് വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞെടുത്തു. ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു, ഞാൻ പറയടാ എൻ്റെ സീറ്റിൽ 4-5 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, എന്താ കഥ. എന്നിട്ടും അവരെ പറ്റിയാ പറഞ്ഞ് അവർക്ക് അറിഞ്ഞ്, എന്നിട്ട് അവർ എണീച്ച് പോയിട്ടില്ല. അവസാനം കോഴിക്കോട് എത്തിയ സമയത്ത് അവരെല്ലാവരും എണീച്ച് പോയി. പിന്നെയും ആൾക്കാർ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവരാരും കയറ്റി ഇരുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം.
അതായത് ഞാൻ എൻ്റെ അമ്മക്ക് ചെറിയൊരു ബാക്ക് ബോണിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ബാക്ക് ബോൺ അല്ല, ബാക്ക് ബോൺ മുതൽ കഴുത്തൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ, ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സീറ്റ് ബുക്ക് ചെയ്തു, അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നു, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മേനെയും കൊണ്ട് എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 3 റിസർവ്ഡ് സീറ്റ് ബുക്ക് ചെയ്തു. അതിൻ്റെ ടിക്കറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. 3 കൺഫേം ടിക്കറ്റ് ആയിരുന്നു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മക്ക് എന്നാൽ പിന്നെ കിടന്നിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സീറ്റ് ബുക്ക് ചെയ്തത്. കാരണം അധികം കോഴിക്കോടേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ആൾക്കാർ കയറി വരുന്നത്. അറിയില്ല ഇനി മാറ്റി ഈ പറഞ്ഞ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മക്ക് എന്തായാലും കയറി കിടക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 3 റിസർവ് ടിക്കറ്റ് എൻ്റെ അനിയത്തിക്കും എനിക്കും എൻ്റെ അമ്മക്കും റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കണ്ടത്, നമ്മൾ റിസർവ് ചെയ്ത സീറ്റിൽ കുറേ ആൾക്കാർ കയറി. അതായത് ലിറ്ററലി അത് റിസർവ്ഡ് ബോഗി എന്ന് പറയാൻ പറ്റില്ല, അതൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. കാരണം കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, കുറേ കുട്ടികൾ അവിടെ എവിടെയെങ്കിലും കയറിയിരിക്കുന്നുണ്ട്. വലിയൊരു കുടുംബം വന്നു അവർ. അപ്പോൾ എനിക്കൊന്നും തിരിയുന്നില്ല. കാരണം നമ്മളെ സീറ്റ് നമ്പറിലുള്ള ഒരു ഉമ്മയും കുട്ടിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഉമ്മയും കുട്ടിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പെണ്ണുങ്ങളിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ സീറ്റ്, അതായത് ആ ഒരു സീറ്റിൽ 3 ആൾക്കാരുടെ നമ്പറല്ല അല്ലേ, 3 നമ്പർ ഉണ്ടാവുക. ഒന്ന് മുകളിലത്തെ ആൾക്കും പിന്നെ ഒന്ന് മിഡിൽ ബർത്തിനും ലോവർ ബർത്ത് 3 ആൾക്കാരാണ്. ഓക്കെ, 4-5 ആൾക്കാർ ഇരിക്കും. ഇതൊരു 6 ആൾക്കാർ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ടോ. ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ സീറ്റാണ്, നിങ്ങളവിടെ നിന്ന് എണീക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ എന്താക്കി, അവർ കാസർഗോഡ് നിന്ന് വന്ന ടീം വന്നു. അവർ ലാംഗ്വേജ് പ്രോപ്പർ മലയാളമല്ല, ഒരു കന്നഡ മിക്സ് ഉണ്ട്. അപ്പോൾ അവരെ ഭർത്താവ് ഒന്ന് വന്നിട്ട് എൻ്റെ ഫോണിങ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യും, അയാൾ നന്നായി സംസാരിക്കുന്നുണ്ട് മലയാളം, ഒരു 3 ആൾക്കാരെ മാറ്റി അപ്പുറത്തെ സീറ്റിൽ ഇരുത്തിച്ചിട്ട് നമ്മൾ 3 ആൾക്കാർ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, അല്ല ബ്രോ ഇത് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റാണ്, അപ്പോൾ നിങ്ങൾ ഇവിടെ കയറി നിങ്ങൾ നമ്മോട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറയുന്ന. ഇല്ല നമ്മളോട് TTR പറഞ്ഞാന്ന് പറഞ്ഞു അയാൾ. അതെ, ഓക്കെ. ഞാൻ എൻ്റെ അമ്മ എല്ലാവരും ഇരുന്നു. എൻ്റെ അമ്മക്ക് പ്രഷറായി തുടങ്ങി. കാരണം റിസർവേഷൻ ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് TTR കാണണം എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് അവിടെ നിന്ന് എന്താ പറയണ്ടേ ഒച്ചപ്പാടാക്കാൻ തുടങ്ങിയ സമയത്ത് TTR വന്നു. TTR വന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞു, ഇങ്ങനെ നമ്മളെ സീറ്റാണ്. അയാൾ വന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അയാൾ ഒറ്റ പോയി. ലിറ്ററലി നമ്മൾ എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ അമ്മയും കൂടി കംപ്ലീറ്റ് നമ്മൾ മൈൻഡ് ലോസ്റ്റ് ആയിപ്പോയി. അതായത് നമുക്ക് ദേഷ്യം അറ്റ് ദ പീക്ക് ആയിപ്പോയി. അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നീ ഇന്ത്യൻ റെയിൽവേയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ആ സ്പോട്ടിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് പകുതി എത്തുമ്പോഴത്തേക്ക് ഈ ഐ തിങ്ക് തലശ്ശേരിയാണ്, അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് TTR വന്നു. TTR വരുന്ന വരവിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് TTR ഉണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ നോക്കുമ്പം ശരിക്കും ഞാൻ പറഞ്ഞ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇരുന്ന പോലെ, കാരണം നിലത്തെല്ലാം പെട്ടിയും ഇതും കുട്ടികളെ കാലൊക്കെ എന്താ പറയുക ഇങ്ങനെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ല ഒരു സൈഡിൽ. ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ആ ഒരു അവസ്ഥയിൽ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് TTR കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ TTR പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോലീസ് സപ്പോർട്ടില്ല. ഒരു TTRൻ്റെ ഡ്യൂട്ടീനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം ആ TTR എന്നോട് പറഞ്ഞ ഉത്തരം അത്, നമുക്ക് പോലീസ് സപ്പോർട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കഥ? ഇത്രക്ക് എന്താ പറയണ്ടേ മോശം അവസ്ഥ. പോലീസ് സപ്പോർട്ട് ഇല്ലാണ്ടാന്ന് ചെന്നൈ മുതൽ എന്താ പറഞ്ഞേ ഈ പറഞ്ഞ പാലക്കാട് വരെ ഒരു TTR മൊത്തം ട്രെയിനിൽ ആൾക്കാരെ ഒഴിപ്പിച്ചത്. ആ ഒരു ഞാൻ ഇരുന്ന സ്ഥലത്ത് ഏകദേശം ആ ഒരു TTR ഞാൻ കണ്ടിട്ടുള്ളൂ. അയാൾ ആടുന്ന ഒരാൾ പോലും കയറ്റാൻ പറ്റില്ല. അയാൾക്ക് പോലീസ് സപ്പോർട്ട് ഒന്നുമില്ല. അയാൾ ഒറ്റ കാര്യം ചെയ്തു. ഇയാൾ പറഞ്ഞു ഇയാൾ ഒരു പോലീസ് സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ TTR പേരൊന്നും എനിക്കറിയില്ല. ബട്ട് അയാൾ എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞത്, താടിയൊക്കെ വെച്ചിട്ട് ഒരു ചന്ദ്രൻ തൊട്ട ആളാണ്. ഓക്കെ. അയാൾ ചെറുപ്പക്കാരൻ, ഒരു മിഡിൽ ഏജ്ഡ് മാനാണ്. പിന്നെ അതിന് ട്രെയിൻ ടൈമും കറക്റ്റ് ഇതൊക്കെ പറഞ്ഞ ഞാൻ അതിൻ്റെ പേര് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നില്ല ആരാണ് അവിടുത്തെ TTR. ഓക്കെ. ഇയാൾ കാര്യം പറയാം, നമുക്ക് പോലീസ് സപ്പോർട്ടില്ല മാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറയണ്ടേ ഇവരെ സ്ത്രീകൾ എന്തെങ്കിലും നമ്മൾ മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പോയി കംപ്ലയിൻറ്റ് ചെയ്യും, ഇവരെ തൊട്ടു പിടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് അത് വലിയ പുലിവാലാന്നൊക്കെ. അന്നേരം ആ ഒരു കൂട്ടത്തിലൊരു സ്ത്രീ ഇങ്ങനെ എണീച്ച് വന്നിട്ട് തൊട്ടപ്പുറം സീറ്റ് ഇരിക്കുന്നുണ്ട്. അവർ എണീച്ച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നോർത്ത് ഇന്ത്യൻ TTRനെ കണ്ടുപിടിക്കണം, അവർ ഭയങ്കര പെണ്ണുങ്ങൾ ഹാഫ് തമിഴ് വന്നു, അവർ സംസാരം തമിഴ് ചോയുണ്ടായിരുന്നു.
അവരങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ TTR ചോദിച്ചു നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ ഫോൺ എടുത്ത് ടിക്കറ്റ് കാണിച്ചപ്പം സ്ലീപ്പറിലല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇത്രയും ഡയലോഗ് അടിച്ച പെണ്ണുങ്ങൾ പോലും ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേയിൽ, അത് ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഞാനിപ്പം യാത്ര ചെയ്തിട്ട് ചെന്നൈ മുതൽ കേരളം വരെ യാത്ര ചെയ്തിട്ട് കേരളത്തിൽ മാത്രം കാണുന്നൊരു കാര്യമാണ് ഈ ഇല്ലീഗലായിട്ട്, അതായത് വേറെ സ്ലീപ്പറിൽ കയറുന്ന ജനറൽ ടിക്കറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല TTRസിന്. ചെന്നൈയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇവരാരും കണ്ടിട്ടില്ല. കാണുന്നുണ്ടെങ്കിൽ TTR പിടിച്ച് പുറത്താക്കുന്നില്ലെങ്കിൽ ഫൈൻ അടിച്ചിട്ട് വിടുന്നുണ്ട് അവർ. ഈ പറഞ്ഞ ഈ ഒരു കേരളത്തിൽ മാത്രം, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല, എനിക്ക് ഒരു പേടിയില്ല ആരും. ഞാൻ പറഞ്ഞത് പക്കയായിട്ട് പറയുന്നതാണ്, ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞത്. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന TTRs നമ്മുടെ കേരളത്തിൽ മാത്രം. എനിക്കിത് പറയാനുള്ളത്, അതായത് നിങ്ങളെന്താ പറയുക, ഇന്ത്യൻ റെയിൽവേനെ എടുത്താൽ ഈ TTRമാർക്കെല്ലാം പോലീസ് സപ്പോർട്ട് വേണമെങ്കിൽ TTR എന്തിനാ അവിടെ? ടിക്കറ്റ് കളക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തിനാ അവർ നിൽക്കുന്നത്? എന്നാൽ പിന്നെ പോലീസുകാരെ വിട്ടാൽ പോരെ? അവരാകുമ്പോൾ പിന്നെ ബാക്കി എല്ലാവരും പേടിപ്പിക്കുകയും ചെയ്യും, ടിക്കറ്റ് കളക്ടും ചെയ്യും. എന്തേ? നിങ്ങളെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന TTR പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിപ്പം പറഞ്ഞത്, പോലീസ് സപ്പോർട്ട് ഇല്ല സാറേ നമുക്ക്. ഓക്കെ, അത് വിടും. അതും കഴിഞ്ഞ് ഞാൻ ലോക്കൽ ട്രെയിൻ വഴിയാണ് വന്നത് തിരിച്ച്. ഞാൻ വേണം വെച്ചിട്ട് ലോക്കൽ ട്രെയിൻ ബുക്ക് ചെയ്താൽ ലോക്കൽ ട്രെയിനിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടത് ലോക്കൽ ട്രെയിനിൻ്റെ വീഡിയോ. ഓക്കെ, ഇതിൻ്റെ അതൊരു മനുഷ്യൻ പോലും ഇല്ല. കണ്ണൂർ ടു കോഴിക്കോട് ലോക്കൽ ട്രെയിൻ 2:05 ട്രെയിൻ, അത് 14:05 ട്രെയിനിലാണ് ഞാൻ വന്നത്. ഒരു മനുഷ്യക്കുട്ടി അധികവും ഒന്നുമില്ല, ശാന്തമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, TTR എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബോൾഡാവാം. ഓക്കെ, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് കുറച്ചൊക്കെ TTRs ബോൾഡാവണം. പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലാണ്ട് പോലീസ് സപ്പോർട്ടില്ല സാറേ, അങ്ങനെയില്ല സാറേ, ഇങ്ങനെയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇന്ത്യൻ റെയിൽവേനോട് എനിക്ക് പറയേണ്ടത്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അധികം ആൾക്കാരുണ്ട്, അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബോഗി കൂട്ട്. ഓക്കെ, നിങ്ങൾ 2 ബോഗി എക്സ്ട്രാ ഇട്ടു, എന്നിട്ടും മതിയാവുന്നില്ല, നിങ്ങൾ പിന്നെയും ബോഗി കൂട്ടിക്കോ, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇവരൊക്കെ ഈ പറഞ്ഞ റിസർവേഷൻ സീറ്റിൽ വന്നിരുന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. നമ്മളൊന്നും ജനറലിൽ യാത്ര ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ല, ബട്ട് നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്താൽ ജനറലിൽ തന്നെ ഇരിക്കും, അല്ലാണ്ട് ഈ പറഞ്ഞ റിസർവേഷനിൽ കയറിയിരിക്കില്ല, ജനറലിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജനറലിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അഭിമാനികൾ എന്നാൽ പിന്നെ ഡയറക്റ്റ് പോയിട്ട് റിസർവേഷൻ ബുക്ക് ചെയ്താൽ പോരെ? എന്താ പ്രശ്നം? ഇത് ജനറൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് റിസർവേഷനിൽ കയറിയിരിക്കും, അതിൻ്റെ വലിയ കുറേ ഡയലോഗ് അടിക്കും. അടിച്ച ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞേ. എന്നിട്ടോ TTR സപ്പോർട്ട് വെച്ചിട്ട് TTR അവർക്ക് ഒരു 2-3 ഉറുപ്പിക കൂട്ടി കൊടുക്കും, TTRക്ക് സീറ്റും കൊടുക്കും. ഇത് നടപടിയാവുന്ന കാര്യമല്ല. നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം ഇതൊക്കെ. കാരണം എന്താ വെച്ചാൽ, നമുക്ക് പറയാൻ പറ്റില്ല, ചില യാത്രക്കാർ ഹോസ്പിറ്റൽസ് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചില എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവരൊക്കെ ആയിരിക്കും റിസർവേഷൻ ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അവർ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇമ്മാതിരി പണിയെടുത്ത് വെച്ചാൽ പിന്നെ എവിടെ ശരിയാവുക? എനിക്കറിയില്ല. ഇപ്പം ഞാൻ തിരിച്ചെന്താ പറയണ്ടേ, തിരിച്ച് ഞാൻ ഈ ശനിയാഴ്ച പോവും ചെന്നൈയിലേക്ക്. അഫ്കോഴ്സ് രാത്രിത്തെ ട്രെയിനായതുകൊണ്ട് ആൾക്കാർ അധികം ഒന്നും ഉണ്ടാവില്ല, ബട്ട് ചെന്നൈയിൽ അവിടെ എത്തിയിട്ടില്ല. ഞാൻ കാഴ്ച കാണിച്ചില്ല TTRൻ്റെ. ഞാൻ പരമാവധി നോക്കിയിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയില്ല എന്തായി സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യൻ റെയിൽവേനോട് എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്, നിങ്ങൾ എൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് സ്വീകരിക്കുക. ഓക്കെ, അതിൻ്റെ ടൈമും എല്ലാം കൃത്യം ഞാൻ ഡേറ്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ നമ്പർ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹരികാർത്തിക് രൂപേഷ് എന്നാണ് എൻ്റെ പേര്. ആ കംപ്ലയിൻറ്റ് നിങ്ങൾ വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, TTRമാരെ കുറച്ച് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പേടിയുള്ള ആൾക്കാർ അവരൊന്നും വിളിച്ച് കയറ്റരുത്. TTR പറഞ്ഞു വെച്ചാൽ ഇവരെല്ലാം കൂടി എന്നെ എന്തെങ്കിലും ചെയ്താലോന്നൊക്കെ അയാൾ പറഞ്ഞു അതിനിടയ്ക്ക്. അതൊക്കെ ഒരു TTR വായെന്ന് കേൾക്കുന്നത് കുറച്ച് മോശമുള്ള ഏർപ്പാടല്ലേ. അവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, എനിക്കറിയാം എന്തായാലും ഇത് മാറാൻ വേണ്ടി ടൈം എടുക്കുന്നു, ചിലപ്പോൾ മാറിയെന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്താ പറയണ്ടേ, എലക്ഷൻ സമയമാണ്.
നിങ്ങൾ കുറേ പാർട്ടിക്കാർ വന്നിട്ട് ഓരോരോ വോട്ടും നമ്മൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം അവർക്ക് വോട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയല്ലോ, അതായത് ദയവ് ചെയ്ത് ഈ ഒരൊറ്റ പ്രോബ്ലം, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം മാത്രം നിങ്ങൾ പരിഹരിച്ചാൽ. സത്യം പറഞ്ഞില്ല, ട്രാവൽ നല്ല ബുദ്ധിമുട്ടുണ്ട്, വെറുപ്പിക്കലാണിത്, സത്യം പറഞ്ഞ വെറുപ്പിക്കല. നടക്കുന്നില്ല. എത്ര വേൾഡിൽ എത്രയോ എന്താ പറയുക ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്കാണ്, റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യ. എനിക്ക് അതിൻ്റെ പ്രോപ്പർ കണക്കറിയില്ല, സെക്കൻഡാ ഫസ്റ്റാ അതൊന്നും അറിയില്ല. ബിഗ്ഗസ്റ്റ് റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യ. ഇത്രയും വലിയൊരു പദവി ഉണ്ടായിട്ടും പവർഫുൾ എക്കണോമീസിലൊന്നുമാണ് ഇന്ത്യ. എന്നിട്ടും ഇന്ത്യയിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസും ഇന്ത്യൻ റെയിൽവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ടാക്സ് അടക്കുന്നത് പ്രോപ്പർ സർവീസിനും കൂടിയാണ്. ഓക്കെ, അല്ലാണ്ട് വെറുതെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നികുതി അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നികുതി അടക്കുന്നില്ല. ഈ പൈസ മുഴുവൻ പോകുന്നത് രാജ്യം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു എക്കണോമി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ടാക്സൊക്കെ. എൻ്റെ അമ്മ അടക്കുന്നുണ്ട്, എല്ലാവരും അടക്കുന്നുണ്ട്, നമ്മൾ ഓരോ ടാക്സ് അടക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ പ്രോപ്പർ സർവീസ് തരുന്നില്ല. പിന്നെ ഇറ്റ്സ് നോട്ട് ഫെയർ. ഒന്നും വേണ്ട, ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസ് ഇല്ലേ അവിടെ നിന്ന് പറഞ്ഞ ആൾക്കാർ ഈ ഒരു വീഡിയോ എനിക്കറിയില്ല, വീഡിയോ എത്ര ആൾക്കാർ കാണുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഈ ഒരു വീഡിയോ അത്യാവശ്യം ആൾക്കാരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ എന്താ പറയുക റോസ്റ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അവൻ അങ്ങനെ പറഞ്ഞു ഇവനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്നും വേണം ട്രെയിനിലൊന്ന് യാത്ര ചെയ്യും. ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. ഓക്കെ, ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന കാര്യം അത്. ഓക്കെ, നമ്മൾ ഈ ചില ആൾക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതായത് ഇന്ത്യൻ റെയിൽവേ കോമഡി ആയിട്ട് പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പശുവിനെയും പോത്തിനെയും ആടിനെല്ലാം കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കോമഡി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമഡി അവിടെ നടന്നുകൊണ്ടായിരിക്കുമല്ലേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവുക. നിങ്ങളെപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കിനാ? ഇതിപ്പം പ്രശ്നം എന്നാ, ജനറൽ കമ്പാർട്ട്മെൻറ്റും ഈ പറഞ്ഞ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റും ഒരു വ്യത്യാസമില്ല. ആകെ കൂടി കയറാത്തത് എ സിയിലാണ്. കാരണം എന്താ, എ സിയിലൊരു ഡോറുണ്ട്, ആ ഡോറ് തള്ളിപ്പിടിച്ച് തുറന്നിട്ടാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല, അല്ലാണ്ട് എ സിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. പിന്നെ എ സി അല്ലേ, കുറച്ച് എന്താ പറയുക ക്ലാസ്സായ ആൾക്കാർ മാത്രമേ യാത്ര ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ലേ കുറച്ച് ക്ലാസ്സായ ആൾക്കാർ യാത്ര ചെയ്യുന്നതായിരിക്കും. സോ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്തായത് നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ ശരിക്കുള്ളത് തന്നെയാണ്? ചോദിക്കുമ്പോൾ ഓരോരോ കൊനഷ്ട ന്യായങ്ങളാണ് ഓരോരോ ആൾക്കാർ പറയുന്നത്, നിങ്ങൾ അധികാരത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നത്. ഇതൊന്നും ശരിയില്ല. നിങ്ങളോട് ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രെയിൻ യാത്ര ചെയ്യുക, യാത്ര ചെയ്തിട്ട് നോക്കുക എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന്, എന്നിട്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഉണ്ടല്ലോ ഫണ്ട്, ടാക്സ് ഒരുപാട് അടക്കുന്നുണ്ട്, ഒരുപാട് വികസനം അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ഇതാക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോഴത്തെ റെഗുലർ ആയിട്ടുള്ളൊരു എന്താ പറയുക മെയിൻ്റെനൻസ് എടുത്തത്, റെഗുലർ മെയിൻ്റെനൻസ്. അത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക, പാവപ്പെട്ടവരെ എണ്ണം കൂടുന്നുണ്ടാവും, റിച്ച് ആൾക്കാർ എണ്ണം കൂടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് പിന്നെയും കൂട്ടണം. ഇപ്പോൾ ഉള്ള പോലെ തന്നെ 2 കമ്പാർട്ട്മെൻറ്റ് പോരാ, കുറച്ചും കൂടി കൂട്ടുക, അല്ലെങ്കിൽ 4 കമ്പാർട്ട്മെൻറ്റ് പോരാ, കുറച്ചും കൂടി കൂട്ടുക, അങ്ങനെ ഒരു സെറ്റപ്പ് ആയി കൊടുക്കുക. അതുപോലെ തന്നെ TTRമാർ എണ്ണം കൂട്ടുക. ഈ പോലീസിൻ്റെ പവറില്ലാതെ പേടിച്ചിരിക്കുന്ന TTRമാർ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നല്ല എന്താ പറയുക പണി ചെയ്യാൻ പറ്റുന്ന TTRസിനെ ആഡ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് ഇത് എന്താ പറയണ്ടേ ബാക്കിയുള്ള രീതിയിൽ വികസനം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ വികസിപ്പിച്ചെടുത്തു, അത് ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് പക്ഷെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഡെവലപ്മെൻറ്റ് അവിടെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ ഗെയിമെല്ലാം കളിക്കുമ്പോൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്യൂലേ, ക്ലാഷ് ഓഫ് ക്ലാൻസ് എല്ലാം കളിച്ചു നിങ്ങൾ, അതിൻ്റെ നമ്മൾ എന്താ പറയുക ഓരോ ടൗൺ ഹാൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഓരോ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നില്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം ഒരു എക്കണോമി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സാധനം അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് പോകണം. അതുകൊണ്ട് അതവിടെ തുടങ്ങി വെച്ചു, വികസിപ്പിച്ചു, നമ്മൾ വികസനത്തിന് ഫണ്ടിറക്കി, അടുത്ത വികസനം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകല്ലോ വേണ്ടേ. എന്നാൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പുറത്തെ സാധനം കൂടി മെയിൻ്റെനൻസ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് അപ്ഗ്രേഡ് ചെയ്യണം. ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പം കൊണ്ടുവന്ന ഡബിൾ ഡെക്കറും വന്ദേ ഭാരതും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക ഇലക്ട്രോണിക്സ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. കോമേഴ്സ് നിങ്ങൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിനൊന്നും തെറ്റു പറയുന്നില്ല, ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഈ പറഞ്ഞ റെയിൽവേ സൗകര്യങ്ങൾ
അതും കൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയും മോശമായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടും. എനിക്കറിയില്ല ചങ്ങായിമാർ എത്ര ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് അത്യാവശ്യമായി തോന്നിയുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടെ. ഓക്കെ, പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ആൻഡ് ഇന്ത്യൻ റെയിൽവേ, please accept my complaint and request.